നമുക്ക് കുറച്ച് ആളുകളെയാണ് നോക്കാനുള്ളത്. സിലബസിൽ പേര് പറഞ്ഞ ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷാഹു വലിയുള്ള ദഹ്ലവി ഉണ്ട്, ഗുലാം അലി ആസാദ് ബൽഗറാമി ഉണ്ട്, അബ്ദുൽ ഹയ്യുൽ ഹസനി ഉണ്ട്, അബുൽ ഹസൻ നദ്വി, അൻവർ ഷാ കശ്മീരി, അബ്ദുൽ ഹഖ് ദഹ്ലവി. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഷാഹു വലിയുള്ള ദഹ്ലവി, ഗുലാം അലി ആസാദ് ബൽഗറാമി, അബ്ദുൽ ഹയ്യുൽ ഹസനി, അബുൽ ഹസൻ നദ്വി. ഈ ആദ്യത്തെ 4 ആളുകൾ പിന്നെ മസ്റ്റാണ്, എന്തായാലും ചോദിച്ചിരിക്കും. പിന്നെ വരുന്ന അൻവർ ഷാ കശ്മീരി, അബ്ദുൽ ഹഖ് ദഹ്ലവി ചോദ്യങ്ങൾ ഉണ്ടാവും. ആദ്യം പറഞ്ഞ ആളുകളുടെ അത്ര തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാനിതാ ഒന്നാമത്തെ ആളിലേക്ക് ഷാഹു വലിയുള്ള ദഹ്ലവിയിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഒന്ന് റിമൈൻഡ് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഹുവ അബുൽ ഫയാൽ ഖുതുബുദ്ദീൻ അഹ്മദ് ബിൻ അബ്ദുർ റഹീം എന്നതാണ് മുഴുവൻ പേര്. ഒരിക്കൽ ഷാഹു വലിയുള്ള ദഹ്ലവിയെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു. ഓപ്ഷനിൽ ഷാഹു വലിയുള്ള ദഹ്ലവി ഇല്ലായിരുന്നു. അതിന് പകരം അഹ്മദ് ബിൻ അബ്ദുർ റഹീം എന്ന പേര് ഓപ്ഷനിൽ കൊടുത്തിരുന്നു. അപ്പോ ഈ പേര് അഹ്മദ് ബിൻ അബ്ദുർ റഹീം എന്ന ഈ ഭാഗം കണ്ടാൽ അത് ഷാഹു വലിയുള്ള ദഹ്ലവി ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവണം. അദ്ദേഹത്തിന് കുറെ മേഖലകളുണ്ട്. മുഫസ്സിർ, തഫ്സീർ പണ്ഡിതനാണ്. മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതനാണ്. ഫഖീഹ്, അദ്ദേഹം ഫിഖ് പണ്ഡിതനാണ്. മുത്തക്കല്ലിമാണ്, ഇൽമുൽ കലാമിന്റെ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്. സൂഫിയൻ, അദ്ദേഹം ഒരു സൂഫി വര്യനാണ്. ഷാഇറുൻ, അദ്ദേഹത്തിന് കവിതകളുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് 1702 ഡൽഹിയിലെ ഫുലത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ. 1762 അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ 1700 എന്നുള്ളത് പണ്ട് കാലത്തെ വർഷങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. 1900 ശേഷമുള്ള വർഷങ്ങളാണ് നമ്മൾ പിന്നെ ദഖീഖായിട്ട് കൃത്യമായിട്ട് നോക്കേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ ലഖബുകൾ നോക്കാം. അദ്ദേഹം അറിയപ്പെട്ട പേരുകൾ: ഗസാലി അൽ ഹിന്ദ്, മുസ്നദുൽ ഹിന്ദ്, ഇമാമുൽ മുജദ്ദിദ്, മുജദ്ദിദു ദഹ്ലവി, ഷെയ്ഖുൽ ഇസ്ലാം, ഹക്കീമുൽ ഉമ്മ, ഹുജ്ജത്തുൽ അനാം, അലീമുദ്ദീൻ. ഇങ്ങനെ കുറെ ലഖബുകൾ അദ്ദേഹത്തിനുണ്ട്. ഇതിൽ ഗസാലി അൽ ഹിന്ദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് പുറമേ ഉള്ളത് പിന്നെ നമ്മൾ വലിയ വിശേഷണങ്ങളായിട്ടൊക്കെ കരുതുന്നതാണ്. പല സ്ഥലത്തും പല ആളുകൾ വിശേഷിപ്പിച്ചതാണ്. രേഖാമൂലം ദഖീഖായിട്ടുള്ളത് ഗസാലി അൽ ഹിന്ദ് എന്നുള്ള ഈ പേരാണ്. ഇതാണ് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അവ്വലു മൻ തറജമൽ ഖുർആനുൽ കരീം ഇൽ ഉറുദിയ. ഉറുദു ഭാഷയിൽ വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ തർജമ തയ്യാറാക്കിയത് ഷാഹു വലിയുള്ള ദഹ്ലവിയാണ്. ആദ്യത്തെ തഫ്സീർ അല്ല, ആദ്യത്തെ തർജമ തയ്യാറാക്കിയത്. യസിലു നിസബുഹു ഇല ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം എത്തുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഇനി അദ്ദേഹത്തിന്റെ 5-6 മക്കൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ ഒരു മകനെ പരിചയപ്പെടാം. ഷാ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. ഈ മകന്റെ പേര് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. കുറെ മക്കളുണ്ട്. ഈ മകന് കുറെ പിന്നെ കിതാബുകളും കുറെ സംഭാവനകളും ഉണ്ട്. അദ്ദേഹത്തിന്റെ മക്കളിൽ ഫേമസ് ആയിട്ടുള്ളത് ഷാ അബ്ദുൽ അസീസ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആദ്യം പറഞ്ഞ ഈ മേഖലകൾ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഈ ലഖബുകളാവട്ടെ, ഈ പോയിന്റുകളൊന്നും അധികമൊന്നും വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ വന്നത് മുഅല്ലഫാത്തുകളാണ്, അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളത്. ലഹു 40 കിതാബൻ, അദ്ദേഹത്തിന് 40 പുസ്തകങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എന്നുള്ള ഗ്രന്ഥമാണ്. മദ്രസകളിൽ വരെ നമ്മൾ കൃത്യമായി പഠിക്കുന്ന എല്ലാ പുസ്തകങ്ങളിലും, അറബി പഠിക്കുന്ന സ്കൂളുകളിലും ഉണ്ട്, മദ്രസകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എന്നുള്ള ഈ ഒരു ഗ്രന്ഥം. അത് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ അത് ആരാണ് എഴുതിയത് എന്ന ലോക്കൽ ചോദ്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒന്ന് കൂട്ടിയിട്ട് അതിന്റെ വിഷയം എന്താണ് എന്ന് ചോദിക്കും. അതിന്റെ വിഷയം എന്താണെന്ന് ചോദിക്കുമ്പോൾ PSCക്ക് ചോദിക്കാറുള്ളത് അസ്റാറു ശരീഅ എന്നുള്ളതാണ്. PSCയുടെയും കേട്ടറ്റിന്റെയും ഒക്കെ ഓപ്ഷനിൽ കാണാറുള്ളത്. ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്, ശരീഅത്തിന്റെ ഫിലോസഫി. എന്നാൽ നെറ്റിനൊക്കെ വരുന്ന പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൽസഫത്തു തശ്രീഉൽ ഇസ്ലാമി, ഇസ്ലാമിക്
ശരീഅത്തിന്റെ ഫിലോസഫി. അല്ല വേറൊരു സ്ഥലത്ത് ഉസൂലുദ്ദീൻ വ തശ്രീഉൽ ഇസ്ലാം, ദീനിന്റെ അടിസ്ഥാനങ്ങളും ഇസ്ലാമിക ശരീഅത്തും. പിന്നെ PSC ആണെങ്കിലും നെറ്റ് ആണെങ്കിലും പല സ്ഥലത്തും പല ഓപ്ഷൻ ഇതിന്റെ വിഷയം എന്താണ് എന്നുള്ളതിന് ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 പേരുകളും നിങ്ങൾ പഠിച്ചു വെച്ചോ. എനിവേ ഓർത്തു വെക്കേണ്ടത് ശരീഅത്താണ്. ശരീഅത്ത് എന്ന് കണ്ടാൽ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പൊ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഅ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ടാണ് R എന്ന ലെറ്റർ കൊണ്ട് ഞാൻ അതിനെ മെൻഷൻ ചെയ്തത്. രണ്ടാമതൊരു പുസ്തകം അൽ ഫൗസുൽ കബീർ. ഫൗസുൽ കബീർ HSA PSCക്ക് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അൽ ഫൗസുൽ കബീറിന്റെ വിഷയം ഉസൂലു തഫ്സീർ ആണ്. അതിന് തഫ്സീറിനെ കുറിച്ചാണ്, തഫ്സീറാണ് അതിലുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് ഗ്രന്ഥങ്ങൾ നോക്കാം. അൽ മുസവ്വ, അൽ മുസഫ. മുസവ്വയും മുസഫയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. മുസവ്വയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇമാം മാലിക്കിന്റെ മുവത്വ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥമുണ്ട് ഇമാം മാലിക്കിന്റെ. ആ മുവത്വയെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ചെയ്തുകൊണ്ട് അതിനെ ശറഹ് ചെയ്തുകൊണ്ടാണ് മുസവ്വ എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. അത് അറബി ഭാഷയിലാണ്. അതിന്റെ കൂടെ തന്നെ അൽ മുസഫ എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെന്താണ്, ഈ മുവത്വ എന്ന ഗ്രന്ഥത്തെ ഫാരിസിയ ഭാഷയിൽ വിശദീകരിച്ചതാണ് അൽ മുസഫ എന്നുള്ള ഗ്രന്ഥം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മുസവ്വയും മുസഫയും തമ്മിൽ ചെറിയ ഒരു മാറ്റമേ ഉള്ളൂ. എന്താണ് ആ മാറ്റം? ഒരു വാവും ഒരു ഫായും. അതാണ് പ്രകടമായിട്ടുള്ള മാറ്റം. ഈ ഫാ എന്നുള്ള ഈ അക്ഷരം ഫാരിസിയ എന്ന ഈ ഒരു ലെറ്ററിലേക്ക് കണക്ട് ചെയ്താൽ അത് തമ്മിൽ മാറിപ്പോവാൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി അദ്ദേഹത്തിന്റെ വേറെ ഒരു പുസ്തകമാണ് ഫത്ഹുർ റഹ്മാൻ ഫി തർജമത്തിൽ ഖുർആൻ. വേറൊന്ന് അത്തഫ്ഹീമാത്തുൽ ഇലാഹിയ. വേറൊന്ന് അൽ ഇർഷാദ് ഇലാ മഹ്മാത്തിൽ ഇസ്നാദ് എന്നുള്ള ഗ്രന്ഥം. ഞാൻ ഇതില് ഏകദേശം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു 2 വർഷമായിട്ടാണ് PSC ഇന്തോ അറബിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് 1-2 ചോദ്യങ്ങൾ റയർ ആയിട്ടുള്ള പുസ്തകങ്ങളും ചോദിക്കാൻ വേണ്ടി തുടങ്ങിയത്. കുറച്ച് റയർ ആയിട്ടുള്ള പുസ്തകങ്ങൾ PSC കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ചധികം പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ നോക്കാം. ഖുറത്തുൽ ഐനൈൻ. ഖുറത്തുൽ ഐനൈനില് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുമാണ് പറയുന്നത്. അൽ ബുദൂറുൽ ബാസിഅ, ഇസാലത്തുൽ ഖിഫാ അൻ ഖിലാഫത്തുൽ ഖുലഫാ, ദുർറുസ് സമീൻ, അൽ ഇൻസാഫ് ഫി ബയാനി അസ്ബാബിൽ ഇഖ്തിലാഫ്. അദ്ദേഹത്തിന്റെ അസ്സഹ്റാവൈനി അൽ അർബഈൻ, അദ്ദേഹത്തിന്റെ കുറച്ചധികം ഗ്രന്ഥങ്ങൾ തന്നെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ടത് ഹുജ്ജത്തുല്ലാഹുൽ ബാലിഅയും അൽ ഫൗസുൽ കബീറും മുസവ്വയും മുസഫയും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ കൂടുതൽ പഠിക്കുക. അതിന് പുറമെ ഞാൻ കൊടുത്ത എല്ലാ ഗ്രന്ഥങ്ങളും 40 പുസ്തകങ്ങളുണ്ട്, 40ഉം കൊടുത്തിട്ടില്ല. ഞാൻ ഇന്ന് കൊടുത്ത എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ ഒന്ന് പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വരാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം ഇൻഡോ അറബിൽ നിന്ന് റെയർ ആയിട്ടുള്ള 1-2 പുസ്തകങ്ങൾ ഇപ്പൊ എല്ലാ PSCയിലും വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 ചോദ്യം ഉണ്ടാവും. അതിൽ 1-2 ചോദ്യം റെയർ ആയിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ ഓർത്തു വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഗുലാം അലി ആസാദ് ബൽഗറാമിയിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ. ഷാഹു വലിയുള്ള ദഹ്ലവിയെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ മുഴുവൻ പേര്, അദ്ദേഹത്തിന്റെ ലഖബ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അവ്വലു മൻ തർജമൽ ഖുർആൻ എന്ന ഈ പോയിന്റ്, അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തിൽ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഅ, മുസവ്വ, മുസഫ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും ആവശ്യമുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഗുലാം അലി ആസാദ് ബൽഗറാമിയെ കുറിച്ചാണ് ഈ സമയത്ത് ഇനി പഠിക്കാനുള്ളത്. ഈ സമയത്ത് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഹസാനു മലൈബാർ എന്നറിയപ്പെട്ടത് ആരാണ് എന്നുള്ളത് ഒന്ന് കമന്റിൽ പറഞ്ഞേ. ഹസാനു മലൈബാർ കമന്റിൽ പറയാനാണ് പറഞ്ഞത്. ഓക്കെ,
സഹൽ VP ആണ് എനിക്ക് തോന്നുന്നു ആദ്യം ഇതിന്റെ ഉത്തരം കമന്റിൽ എഴുതിയിട്ടുള്ളത്. ഉമർ ഖാദിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഉമർ ഖാദിയെ കുറിച്ച്. അതേ പോയിന്റ് തന്നെ മലബാർ എന്നതിന് മാറ്റിക്കൊണ്ട്, കേരളത്തിന്റെ ഹസ്സാൻ എന്നത് മാറ്റിക്കൊണ്ട് ഇന്ത്യയുടെ ഹസ്സാൻ ആരാണെന്ന് ചോദിച്ചാൽ ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ് ഇന്ത്യയുടെ ഹസ്സാൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഹസ്സാൻ ഉമർ ഖാദി ആയത് എങ്ങനെയാണ്? ലികസറത്തി അൽ മദാഇഹുൻ നബവിയ്യ, മദ്ഹ് റസൂൽ കൂടുതൽ ചെയ്തത് കൊണ്ടാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് ഗുലാം അലി ആസാദ് ബൽഗറാമി ഇന്ത്യയുടെ ഹസ്സാൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. നോക്കാം നമുക്ക്. ഹുവ മുഅർരിഖുൻ വശാഇറുൻ, അദ്ദേഹം ചരിത്രകാരനാണ്, അദ്ദേഹം കവിയാണ്. അദ്ദേഹം ജനിച്ചത് ബൽഗറാമിലാണ്, ഉത്തർപ്രദേശിലെ ബൽഗറാമിൽ 1704 ജനിക്കുന്നു. 1786 അദ്ദേഹം ഔറംഗാബാദിലാണ് മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ ലഖബാണ് ഹസ്സാനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഹസ്സാൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ നോക്കാം, അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കാം. സബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും PSCയിൽ പറഞ്ഞിട്ടുണ്ട്. ചില ഗ്രന്ഥത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ ഉൾപ്പെട്ട ഗ്രന്ഥമാണ് സബഹത്തുൽ മർജാൻ. പ്രധാനപ്പെട്ട 5 ഗ്രന്ഥങ്ങൾ PSC നോട്ട് ചെയ്തതിൽ വരെ ഉൾപ്പെട്ട ഗ്രന്ഥമാണ് സബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്നുള്ള ഈ ഒരു ഗ്രന്ഥം. ഒരു തവണ സബഹത്തുൽ മർജാൻ മാത്രം അതിന്റെ ഫുൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിരുന്നു. അത് ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്നുള്ളതാണ്. ഇനി അതിന്റെ വിഷയം മൗദൂഉഹു ഹൗലൽ ഹിന്ദ് വമാ ഫീഹ, എന്താണ് സബഹത്തുൽ മർജാനിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ഹൗലൽ ഹിന്ദ്, ഇന്ത്യയെ കുറിച്ച്, ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച്, വമാ ഫീഹ, ഇന്ത്യയിലുള്ളതിനെ കുറിച്ചുമാണ് അതിൽ പറയുന്നത്. അങ്ങനെ പറയാം. കുറെ സ്ഥലത്ത് വിഷയം എന്താണെന്ന് ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ഇതേ പോയിന്റ് ആണ് വന്നിട്ടുള്ളത്. ഹൗലൽ ഹിന്ദ് വമാ ഫീഹ, ഈ അടുത്ത് വരെ ഈ പോയിന്റ് PSCയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയിലുള്ളതിനെ കുറിച്ചുമാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. അതല്ല, അതൊരു ചരിത്ര ഗ്രന്ഥമാണ്, താരീഖാണ് അതിന്റെ വിഷയം എന്നും നമുക്ക് പറയാം. അതിൽ കുറെ വിഷയം പറയുന്നുണ്ട്. ഓക്കെ, മക്കാനുൽ ഹിന്ദ് ഫിൽ ഇസ്ലാം, ഇസ്ലാമില് ഇന്ത്യ എന്ന രാജ്യത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട്, ഇവൻ അതിൽ പറയുന്ന ഒരുപാട് പല ഐതിഹ്യങ്ങളും കെട്ടുകഥകളും അതിൽ പറയുന്നുണ്ട്. ഇവൻ പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സിലോണിലാണ് ആദ്യം വന്നത്. അതിനുശേഷം ഇന്ത്യയിലൂടെയാണ് ആദം നബി ഹവ്വ ബീവിയുടെ അടുത്തേക്ക് പോയിട്ടുള്ളത് എന്ന രൂപത്തിലുള്ള കഥകളൊക്കെ അതിലുണ്ട്. എന്തായിരുന്നാലും ഇസ്ലാമില് ഇന്ത്യ എന്ന രാജ്യത്തിന് കൊടുത്തുള്ള പ്രാധാന്യം അതിൽ പറയുന്നു. വേറെ ഒന്ന് അവ്വലു കിതാബുൻ ഫി തറാജീമി അൽ ഉലമാ ഉൽ ഹിന്ദ്, ചരിത്രത്തിൽ കാണാം ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച്, ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരുടെ ജീവചരിത്രത്തെ കുറിച്ച് വന്ന ആദ്യത്തെ ഗ്രന്ഥമാണ് സബഹത്തുൽ മർജാൻ എന്ന ഒരു പോയിന്റ് കൂടെ സബഹത്തുൽ മർജാൻ എന്ന പുസ്തകത്തിനുണ്ട്. അവ്വലു കിതാബുൻ ഫി തറാജീമി അൽ ഉലമാ ഉൽ ഹിന്ദ്, ഇന്ത്യയിലെ പണ്ഡിതന്മാരെ കുറിച്ച്, ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ ജീവചരിത്രത്തെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ ഗ്രന്ഥമാണ്. സബഹത്തുൽ മർജാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരാണ് അത് എഴുതിയത്, അതിന്റെ ഫുൾ എന്താണ്, ആ പേര് സബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ, ആ മുഴുവൻ പേര്, അതേപോലെ തന്നെ അതിന്റെ വിഷയം, അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ മറ്റു ചില ഗ്രന്ഥങ്ങളാണ് പറയുന്നത്. മിർആത്തുൽ ജമാൽ, അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് മിർആത്തുൽ ജമാൽ. അതില് ഖസീദത്തുൻ അനിൽ ഇഷ്ഖ്, അതിൽ സ്നേഹത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചുമാണ് ആ കവിതയിൽ പറയുന്നത്. വേറെ അദ്ദേഹത്തിന്റെ കൃതികളാണ് ലാമിയത്തുൽ മശ്രിഖ്, അസ്സബഉ സയ്യാറ, ഷജറത്തുൻ തുയ്യിബ, ഗുസ്ലാനുൽ ഹിന്ദ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് സബഹത്തുൽ മർജാനും അതേപോലെ തന്നെ മിർആത്തുൽ ജമാലുമാണ്. ഇത് രണ്ടും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കൃതികളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഈ സമയത്ത് ഇപ്രാവശ്യത്തെ PSCക്ക് അത്യാവശ്യം തന്നെയാണ്. എല്ലാ കൃതികളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ അവസാനിപ്പിക്കുകയാണ്. ഗുലാം അലി ആസാദ് ബൽഗറാമിയെ അവസാനിപ്പിക്കുന്നു. ഹസ്സാനുൽ ഹിന്ദ് എന്ന പോയിന്റ് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ കൃതികൾ, 2 കൃതികൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം പറഞ്ഞ കൃതികളും കൂടെ ഓർത്തു വെക്കുക. ഇനി ഞാൻ മൂന്നാമത്തെ ആളിലേക്ക് പോവുകയാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ് മൂന്നാമത്തെ ആൾ.
ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, സാധാരണ നമ്മൾ ഒന്നാമത്തെയാൾ രണ്ടാമത്തെയാൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെയാൾ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രാധാന്യം കുറയും. എന്നാൽ അങ്ങനെയല്ല. എന്റെ മാത്രം വിലയിരുത്തലിൽ ഷാഹു വലിയുള്ള ദഹ്ലവിയും ഗുലാം അലി ആസാദ് ബൽഗറാമിയും പിന്നെ കുറച്ച് എന്താ പറയാ ദറജ കുറഞ്ഞിരിക്കും ആരുടെ മുമ്പില്? അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ മുമ്പിൽ എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ ഒരു പഠനത്തിൽ മനസ്സിലായിട്ടുള്ള സംഗതി. കേട്ടറ്റിന്റെ ചോദ്യപേപ്പറിലും PSCയുടെ ചോദ്യപേപ്പറിലും ഇൻകേസ് ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ കണ്ടിട്ടില്ലെങ്കിലും സബഹത്തുൽ മർജാൻ വന്നിട്ടില്ലെങ്കിലും അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ 1-2 പുസ്തകങ്ങൾ വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. പുസ്തകങ്ങളുടെ കനം നോക്കിയാൽ, പുസ്തകങ്ങൾ എഴുതിയത് നോക്കിയാൽ അബ്ദുൽ ഹയ്യുൽ ഹസനി ഒരു പടി മുമ്പിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും. അത്ര പ്രധാനപ്പെട്ട ആളാണ് അബ്ദുൽ ഹയ്യുൽ ഹസനി. നോക്കാം നമുക്ക്. ആലിമുൻ ഇസ്ലാമിയൻ വ മുഫക്കിറുൻ വ മുഅർരിഖുൻ വ തബീബുൻ. അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനാണ്, ചിന്തകനാണ്, ചരിത്രകാരനാണ്. അദ്ദേഹം തൊബീബ്, അദ്ദേഹം ഒരു പ്രൊഫഷൻ നോക്കുമ്പോൾ ഡോക്ടറും കൂടിയാണ്. അദ്ദേഹം ജനിക്കുന്നത് 1869 ഉത്തർപ്രദേശിലെ റായി ബരീലി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1869 ജനിച്ച വേറെ ആരെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് ചാറ്റിൽ നിങ്ങൾ കമന്റ് ചെയ്തു. 1869 ജനിച്ച വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ. ഓക്കെ, ഗാന്ധിജി വെരി ഗുഡ്. ഗാന്ധിജി ജനിച്ചത് നെജുമ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് പറഞ്ഞത്. വെരി ഗുഡ്. ഗാന്ധിജി ജനിച്ചത് 1869 പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി അദ്ദേഹം ജനിക്കുന്നത് 1869 മരണപ്പെട്ടു പോകുന്നത് 1923 ജനിച്ചതും മരിച്ചതും അത്ര ഇമ്പോർട്ടന്റ് അല്ല വർഷം, എന്നാലും ജസ്റ്റ് ഓർത്തു വെക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലഖബ്, അദ്ദേഹം അറിയപ്പെട്ട പേര് ഇബ്നു ഖലീഖാനുൽ ഹിന്ദ്. ഇന്ത്യയുടെ ഇബ്നു ഖലീഖാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എന്റെ ഓർമ്മയിൽ ഈ ഒരു പോയിന്റ് കേട്ടിട്ടും PSCയും ഒട്ടും തീരെ ചോദിച്ചിട്ടില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അബ്ദുൽ ഹയ്യുൽ ഹസനിയുടേത്. പക്ഷെ ഇതുവരെ വല്ലാണ്ട് ചോദ്യങ്ങളിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് വലിയൊരു പോയിന്റ് ആയിട്ട് എന്താണ് ഇവർ ചോദിക്കാത്തത് എന്നുള്ളത്. ചിലപ്പോൾ ഇനി ഭാവിയിൽ അടുത്ത ചോദ്യമൊക്കെ അബ്ദുൽ ഹയ്യുൽ ഹസനിയുടേത് ഇതാവാം. അതുകൊണ്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴും. അദ്ദേഹത്തിന്റെ ഈ ലഖബ് ഇബ്നു ഖലീഖാനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഇബ്നു ഖലീഖാൻ എന്ന് അറിയപ്പെടുന്നത് അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്. അദ്ദേഹത്തിന്റെ ഒരു മകനെ നമുക്ക് പരിചയപ്പെടാം, അബുൽ ഹസൻ നദ്വി. ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ 1999 2000 തൊട്ട് മുമ്പ് മരണപ്പെട്ടു പോയ അബുൽ ഹസൻ നദ്വിയുടെ ഉപ്പയാണ് അബ്ദുൽ ഹയ്യുൽ ഹസനി. ഇത് PSCക്കും കേട്ടതിന് മുമ്പ് വന്ന ഒരു ചോദ്യമാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ മകനാണ് അബുൽ ഹസൻ നദ്വി എന്നുള്ള പോയിന്റ് നമ്മൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ മുഅല്ലഫാത്തിലേക്ക് കടക്കുകയാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ഈ ഫസ്റ്റ് പേജിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ ഒട്ടും സാധ്യതയില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്ത്, ഈ മുഅല്ലഫാത്തിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. ഇനിയിപ്പോ നമ്മുടെ മുമ്പിൽ ഒരു 2 PSC ഏപ്രിൽ ഉണ്ടല്ലോ, അതില് ഈ നുസ്ഹത്തുൽ ഖവാത്തിർ എന്തായാലും ഈ 2 ഒരു PSCയിൽ ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെയാണ് നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന പുസ്തകത്തെ കേരളത്തിലുള്ള PSC പണ്ഡിതന്മാർ കൊണ്ടു നടക്കുന്നത്. എപ്പോഴും നുസ്ഹത്തുൽ ഖവാത്തിർ ഉണ്ടാകും. നിങ്ങളെ മനസ്സിലത് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥം, ഇതിനെപ്പറ്റി പല രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത്? സിമ്പിൾ ആണ്, അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്. നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ വിഷയം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതിന്റെ വിഷയം തറാജീമു ഉലമാഉൽ ഹിന്ദ്, ഇന്ത്യയിലെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള ചരിത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, ജീവചരിത്രങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 4500ഓളം വരുന്ന ജീവചരിത്രങ്ങൾ അതിലുണ്ട്. 4500ഓളം വരുന്ന ഉലമാക്കളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. 30 വർഷം സമയമെടുത്തിട്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. 8 ജുസുകളാണ് അതിനുള്ളത്. അതിന്റെ 8ാമത്തെ ജുസ് അദ്ദേഹത്തിന്റെ മകനായ അബുൽ ഹസൻ നദ്വിയാണ് അവസാന ഭാഗം പൂർത്തിയാക്കിയത്. ഇതൊക്കെ തന്നെയാണ് ഇതിലുള്ളത് എങ്കിലും കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിച്ചത് നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന പുസ്തകത്തിന്റെ മറ്റൊരു പേര് എന്താണ് എന്നതാണ് ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളത്. അൽ ഇഅലാം ബിമൻ ഫി താരീഖിൽ ഹിന്ദി മിനൽ അഅലാം, ഇതാണ് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേര്.
ഇതാണ് എപ്പോഴും PSC ചോദിക്കാറുള്ളത്. ഈ പുസ്തകത്തെ പറ്റി പല രൂപത്തിൽ ചോദ്യം വരുമെങ്കിലും ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ് കൂടുതൽ തവണ ചോദിച്ചത്. അതിൽ ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷനും ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെന്റൻസ്, ഇതിന്റെ ഈ പേര് പിന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പേരാ. അലാം ബിമൻ ഫി താരിഖിൽ ഹിന്ദി മിനൽ അലാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് 4 ഓപ്ഷൻ ഒരുപോലെ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ തോന്നും. അപ്പൊ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇതും വളരെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഇതിനും ഇതേപോലെ തന്നെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് ഈ ഗ്രന്ഥത്തിന്റെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ് ഇതിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. അൽ മആരിഫുൽ അവാരിഫ് ഫി അൻവാഇൽ ഉലൂം വൽ മആരിഫ് എന്നതാണ് അതിന്റെ മറ്റൊരു പേര്. ഇതും കൺഫ്യൂഷൻ കൂടുതൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു പേരാണ്. അതുകൊണ്ട് തിരിച്ചും മറിച്ചും അത് ഓപ്ഷനിൽ ഇങ്ങനെ കാണും. നമ്മളെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല. കൃത്യമായ ഉത്തരം അതിങ്ങനെ വായിച്ച് തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നുസ്ഹത്തുൽ ഖവാത്തിറും അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദും ഇത് രണ്ടും ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇനി അദ്ദേഹത്തിന്റെ മൂന്നാമതൊരു ഗ്രന്ഥം അൽ ഹിന്ദ് ഫി അഹദിൽ ഇസ്ലാമി. ഇതും നമ്മൾ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ 3 പുസ്തകങ്ങളുമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പറയുന്ന പുസ്തകങ്ങൾ അത്ര തന്നെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. തൽഹീസുൽ അഖ്ബാർ, അത് അഖ്ലാഖ്, അതിൽ പറയുന്ന വിഷയം അഖ്ലാഖാണ്, സ്വഭാവമാണ് അതിൽ പറയുന്നത്. തഹ്ദീബുൽ അഖ്ലാഖ്, ഹദീസുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അപ്പൊ ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ 5 പുസ്തകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 5 എണ്ണേ ഉള്ളുവെങ്കിലും ആ 5 എണ്ണത്തിൽ 3 എണ്ണം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ അവസാനിപ്പിക്കുകയാണ്, അബ്ദുൽ ഹയ്യുൽ ഹസനി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. അടുത്ത ആളിലേക്ക് നമ്മൾ പോവുകയാണ്. അബുൽ ഹസൻ നദ്വിയെ കുറിച്ചാണ് 4ാമത് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 1ാമതും 2ാമതും ഒരു ടെസ്റ്റ് ഡോസ് ആണ്. 3ഉം 4ഉം വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനി വളരെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. അതിലേറെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അബുൽ ഹസൻ നദ്വി. പുസ്തകങ്ങളുടെ ചോദ്യ പേപ്പറിൽ വന്നത് നോക്കുമ്പോൾ അബുൽ ഹസൻ നദ്വി റീസെന്റ് ആയിട്ട് മരണപ്പെട്ടു പോയ ആളാണ്. പുസ്തകങ്ങളുടെ എണ്ണം അദ്ദേഹത്തിന് കൂടുതലാണ്, പ്രധാനപ്പെട്ട ആളാണ്. മുഫക്കിറുൻ വാലിമുൻ ഇസ്ലാമിയുൻ, ഇസ്ലാമിക പണ്ഡിതനാണ്, ചിന്തകനാണ്. അദ്ദേഹം ജനിക്കുന്നത് 1914 ഉത്തർപ്രദേശിലെ റായി ബറീലി എന്ന സ്ഥലത്ത്. മരണപ്പെട്ടു പോയത് 1999 എന്ന് പറയുമ്പോൾ നമ്മളിൽ പകുതി ആളുകളും ജനിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ആ സമയത്ത്. ഞാൻ ജനിച്ച 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അബുൽ ഹസൻ നദ്വി മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹം 1999 മരണപ്പെട്ടു പോകുന്നത്. ഇത് PSC ചോദിച്ചതാണ്. സോറി, PSC അല്ല, PSC ചോദിച്ചിട്ടില്ല. കേട്ടറ്റിന് 2 തവണ ഈ ചോദ്യം മുൻപ് വന്നതാണ്. കേട്ടറ്റും PSC ഇടുന്ന ആളുകൾ ഒരുപോലെയുള്ള ആളുകളായതുകൊണ്ടാണ് PSCക്കും നമ്മൾ ഇത് പ്രതീക്ഷിക്കാം. നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അബൂഹു, അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഒരു ലക്കബ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ഓമന പേരുണ്ട്. ലക്കബ് അല്ല, ശരിക്കും ഓമനപ്പേരാണ്. അലി മിയാൻ എന്നുള്ള ഒരു പേര്, ഒരു ഓമന പേര് അദ്ദേഹത്തിനുണ്ട്. അലി മിയാൻ എന്നുള്ള ഒരു പേര്. ഇത് കേട്ടറ്റിന് ചോദിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഓമന പേര് അലി മിയാൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള ചോദ്യം കേട്ടറ്റിന് വന്നതാണ്. PSCക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ നമ്മൾ അബുൽ ഹസൻ നദ്വിയെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം അബുൽ ഹസൻ നദ്വി ഈ റീസെന്റ് ആയിട്ട് ജീവിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഷാഹു വലിയുള്ള ദഹ്ലവിയൊക്കെ 1700കളാണ്. അവാർഡുകളൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവാർഡുകൾ നമുക്ക് പറയാനും ഇല്ല. എന്നാൽ അബ്ദുൽ ഹയ്യുൽ ഹസനിന്റെ അവസാന കാലഘട്ടം അബുൽ ഹസൻ നദ്വിയൊക്കെ ആയപ്പോൾ കുറച്ച് ലോകത്ത് സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ. അവാർഡുകൾ നല്ലതുപോലെ വരുന്നു. അവ്വലു റജുലുൻ ഹിന്ദിയുൻ ഹസ്വല അലാ ജായിസതി അൽ മലിക് ഫൈസൽ, കിങ് ഫൈസൽ അവാർഡ് ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരൻ അബുൽ ഹസൻ നദ്വിയാണ് 1980. ഈ പോയിന്റ് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ലോകത്ത് ഒരു വർഷം 1-2 ആളുകൾക്ക് ഈ കിങ് ഫൈസൽ അവാർഡ് കൊടുക്കുള്ളൂ.
അത് 1979 ആരംഭിച്ചത്. 79 മൗദൂദിക്ക് നൽകി. 80 ആയപ്പോത്തിന് അതൊരു ഇന്ത്യക്കാരനെ കിട്ടുകയാണ്. ലോകത്ത് വേറെ ആർക്കും കൊടുക്കാതെ അതൊരു ഇന്ത്യക്കാരനെ കിട്ടുകയാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പക്ഷെ PSC ഇതുവരെ ഇത് കണ്ടിട്ടില്ല. നമ്മളുടെ ഈ ഒച്ചപ്പാട് കേട്ടിട്ട് PSC ഇത് ഇട്ടാൽ വലിയ ഹൈർ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ ഇന്ത്യയില് ആദ്യമായിട്ട് കിങ് ഫൈസൽ അവാർഡ് കിട്ടിയ വ്യക്തി ആരാണ്? അബുൽ ഹസൻ നദ്വിയാണ്. ഈ അടുത്ത് സാക്കിർ നായിക്കിനൊക്കെ ഈ അവാർഡ് കിട്ടിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളാണ് 1998 ഞാനൊക്കെ ജനിക്കുന്ന വർഷം അദ്ദേഹത്തിന് ജായിസത്തു ഷഖ്സിയത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക് പേഴ്സണാലിറ്റി അവാർഡ്, ആ അവാർഡ് കിട്ടുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് 1999 അദ്ദേഹത്തിന് സുൽത്താൻ ഹസൻ ബൽഖിയ അൽ ആലമിയ എന്നുള്ള അവാർഡ് കിട്ടിയത്. അത് അദ്ദേഹമല്ല ഏറ്റുവാങ്ങിയത്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അത് ഏറ്റുവാങ്ങിയത്. അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഇനി നോക്കാം. തൂഫിയ അബൂഹു വഹുവ താസിയ മിൻ ഉംരിഹി. അദ്ദേഹത്തിന്റെ 9ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഹസ്വല അലാ ഷഹാദത്തി അദ്ദക്തൂറ മിൻ ജാമിയത്തി കശ്മീർ. കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മായ്ച്ചു കളയുക, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി നമുക്ക് മുഅല്ലഫാത്തുകളാണ് നോക്കാനുള്ളത്. പിന്നെ ഷാഹു വലിയുള്ള ദഹ്ലവിനെ പറഞ്ഞപ്പോ ഞാൻ അതിൽ ഒരു മഞ്ഞ വര മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഞാൻ 3ഉം 4ഉം മഞ്ഞ കൊടുത്തിട്ടുള്ളത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ കൃതികളൊക്കെയും. ഇതില് ഈ പേജിൽ 4 കൃതികളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചത്. ഇത് 4ഉം ഇമ്പോർട്ടന്റ് ആണ്. മാദാ ഖസിറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ. ഒരുപാട് പിന്നണിയിൽ അതിന്റെ പിന്നിൽ കുറെ പറയാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ്. മാദാ ഖസിറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ. അബുൽ ഹസൻ നദ്വി ലോകത്ത് ഇത്ര ഫേമസ് ആയത് ഈ ഒറ്റ പുസ്തകം എഴുതിയ സമയത്താണ്. ലോകത്ത്, ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത്. ചരിത്രമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രം തൊട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഖസസുൻ നബിയീൻ, പ്രവാചക കഥകളാണ്, ചരിത്രം തന്നെയാണ് അതിന്റെയും വിഷയം. റിജാലുൽ ഫിക്ർ വദ്ദഅവത്ത് ഫിൽ ഇസ്ലാം, ആ ഗ്രന്ഥത്തെ കുറിച്ചും ആഴത്തിൽ പഠിക്കണം. ആ ഗ്രന്ഥം മുഹാദറാത്ത് ഫി ജാമിയത്തി ദിമഷ്ക്, ഇത് നെറ്റിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. റിജാലുൽ ഫിക്ർ എന്ന ഗ്രന്ഥം അബുൽ ഹസൻ നദ്വി ഏത് കോളേജിൽ, ഏത് യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ക്ലാസ്സുകളാണ് എന്നത് ചോദിക്കാറുണ്ട്. ഡമസ്കസ് യൂണിവേഴ്സിറ്റി, ദിമഷ്കിലെ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം എടുത്ത ക്ലാസ്സുകളാണ് പിന്നീട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പുസ്തകമാക്കിക്കൊണ്ട് ഇറക്കിയിട്ടുള്ളത്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്. അപ്പൊ നോക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ 4 ഗ്രന്ഥങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് 4ഉം കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇനി എക്സ്ട്രാ അദ്ദേഹത്തിന്റെ കുറച്ച് ഗ്രന്ഥങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത്വരീഖിൽ അൽ മദീന, അൽ ഖിറാഅത്തു റാഷിദ, നഹ്വ തർബിയ, അൽ അറബ് വൽ ഇസ്ലാം, അൽ അർക്കാനുൽ അർബഅ, അൽ ഖാദിയാനി വൽ ഖാദിയാനിയ, അൽ മുർത്തള, സീറത്തുൻ നബവിയ. ഇതൊക്കെ അത്യാവശ്യം ഫേമസ് ആയ ഗ്രന്ഥങ്ങളാണ്. 200-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതില് അത്യാവശ്യം ഫേമസ് ആയത് മാത്രമാണ് ഇവിടെ കൊടുത്തത്. ആദ്യത്തെ 4 ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കുക. പിന്നീട് പറഞ്ഞ ഗ്രന്ഥങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ഓടിച്ചു വായിക്കുക മാത്രം ചെയ്യുക. അത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ അബുൽ ഹസൻ നദ്വിയെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം പ്രധാനപ്പെട്ട ആളുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ 4 ആളുകൾ, ഷാഹു വലിയുള്ള ദഹ്ലവി, ഗുലാം അലി ആസാദ് ബർഗറാമി, അബ്ദുൽ ഹയ്യുൽ ഹസനി, അബുൽ ഹസൻ നദ്വി, ആദ്യത്തെ 4 ആളുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആളുകൾ. അതിനുശേഷം വരുന്ന 2 ആളുകൾ, അൻവർ ഷാ കശ്മീരി, അബ്ദുൽ ഹക്ക് ദഹ്ലവി. ഇവർ 2 പേരും നൽകിയ സംഭാവനകളെ നോക്കുമ്പോൾ ആദ്യത്തെ 4 പേരുടെ അത്ര സംഭാവനകളൊന്നും ഇല്ല. എന്നാലും സിലബസിൽ ഇവരുണ്ട്. സിലബസിലുള്ള സ്ഥിതിക്ക് ഈ പരീക്ഷ ഇടുന്ന ആളുകൾ ഇപ്പൊ പൂർണ്ണമായിട്ടും സിലബസ് അനുസരിച്ചാണ് ഇടുന്നത്. 2021 വരെ സിലബസ് നോക്കുകയായിരുന്നു LP-ക്കും UP-ക്കും. 2023-24 സർക്കിൾ ആയപ്പോൾ കൃത്യമായ സിലബസ് LP-ക്കും UP-ക്കും കൊടുത്തു. അതുകൊണ്ട് തന്നെ സിലബസിലുള്ളവരെ ചോദിക്കണം എന്നുള്ളത് നിർബന്ധമായി. അതുകൊണ്ട് തന്നെ അൻവർ ഷാ കശ്മീരിയിൽ നിന്നും റയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കത് റയർ ആണെന്ന് പറയാൻ കാരണം ഫേമസ് ആയ ഗ്രന്ഥങ്ങളല്ല. ഞാനത് ക്ലാസ് പറയുന്ന സമയത്ത് പറയാം. അൻവർ ഷാ കശ്മീരിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യ പേജിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ എവിടെയും മെൻഷൻ ചെയ്യാത്തത്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി.
1875 ജനിച്ചു, 1934 മരണപ്പെട്ടു. അദ്ദേഹം കശ്മീരിലാണ് ജനിക്കുന്നത്, ന്യൂഡൽഹിയിലാണ് മരണപ്പെട്ടു പോകുന്നത്. കവിയാണ്, ഫിഖ് പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം ദറസഫി ദാറുൽ ഉലൂം ദിയൂബന്ദ്, അദ്ദേഹം ദാറുൽ ഉലൂം ദിയൂബന്ദിലാണ് പഠിച്ചതും അവിടെ അധ്യാപകനായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. ലഹു അലാഖ അമീക മഅ മുഹമ്മദ് ഇഖ്ബാൽ, അല്ലാമ മുഹമ്മദ് ഇഖ്ബാലുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അസ്സസ മദ്രസത്തുൽ അമീനിയ ഫി ഡൽഹി, അദ്ദേഹം ഡൽഹിയിൽ സ്ഥാപിച്ച ഒരു സ്കൂൾ ഉണ്ട്, ഇന്നും ഫേമസ് ആയിട്ടുള്ള സ്ഥാപനമാണ്. മദ്രസത്തുൽ അമീനിയ എന്നുള്ളതാണ് അതിന്റെ പേര്. ഇതിൽ നിന്ന് എവിടെ നിന്നും ചോദ്യങ്ങൾ വരാറില്ല, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകൾ നോക്കാം, അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കാം. ഖസീദ ഫി മദ്ഹ് റസൂൽ, മദ്ഹ് റസൂൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ്. ലറബുൽ ഖാത്തിം അലാ ഹുദൂസിൽ ആലം, അത് 400 ബൈത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു നീണ്ട ഒരു കവിതയാണ്. മുഷ്കിലാത്തുൽ ഖുർആൻ, മുഷ്കിലാത്തുൽ ഖുർആൻ കുറച്ചൊക്കെ ലോകത്ത് ഫേമസ് ആയിട്ടുണ്ട് ആ ഗ്രന്ഥം, മുഷ്കിലാത്തുൽ ഖുർആൻ. ഫൈളുൽ ബാരി, ഫൈളുൽ ബാരി കുറച്ചും കൂടെ ഫേമസ് ആയിട്ടുണ്ട്. ഫൈളുൽ ബാരിയെ കുറിച്ച് മുമ്പ് PSC ചോദ്യം ചോദിച്ചതാണ്. എന്താ ചോദിച്ചത്? ഫൈളുൽ ബാരി എന്ന ഗ്രന്ഥം കൊടുത്തു, 2 വർഷം ആയിട്ടേ ഉള്ളൂ, 2023 തോന്നുന്നു. ഫൈളുൽ ബാരി എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ വിഷയം, അതിന്റെ വിഷയം എന്താണ് എന്നുള്ളത് PSC ചോദിച്ചിരുന്നു. അന്ന് ഷറഹു ബുഖാരി അങ്ങനെ എന്തോ ആണ് അതിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. എനിവേ സ്വഹീഹുൽ ബുഖാരി നമുക്കറിയാം, ഇമാം ബുഖാരിയുടെ ഹദീസുകളാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. ആ സ്വഹീഹുൽ ബുഖാരിയെ വിശദീകരിച്ചുകൊണ്ടാണ് ഫൈളുൽ ബാരി എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒന്നുകിൽ ഹദീസാണ്, അല്ലെങ്കിൽ ബുഖാരിയുടെ ഷറഹാണ്, ഇതൊക്കെയാണ് അതില് വിഷയമായിട്ട് വരേണ്ടത്. ആ ഒരു പോയിന്റ് PSC മുമ്പ് ചോദിച്ചതാണ്. താരീഖത്ത് അലാ ഫത്ഹിൽ ഖദീർ, ഇത് വേറൊരു വർഷം PSC ചോദിച്ച ചോദ്യമാണ്. അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ, ഇതും PSC ഒരു ഓപ്ഷനിൽ ഇട്ട ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഫൈളുൽ ബാരിയും താരീഖത്ത് അലാ ഫത്ഹിൽ ഖദീറും അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ, ഇത് മൂന്നും ലോകത്ത് അത്ര തന്നെ ഫേമസ് ആയ ഗ്രന്ഥങ്ങളല്ല. പക്ഷേ ഇദ്ദേഹം PSCയുടെ സിലബസിലുണ്ട്, അൻവർ ഷാ കാശ്മീരി PSCയുടെ സിലബസിലുണ്ട്. അപ്പൊ ഒരു ചോദ്യം PSCക്ക് ഇടൽ നിർബന്ധമാണ്. അങ്ങനെ റയർ ആയിട്ടുള്ള പുസ്തകങ്ങൾ PSC ചോദിക്കാം ഇതിൽ നിന്ന്. അതുകൊണ്ട് ഇതൊക്കെ നോട്ട് ഇത് വെക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അൻവർ ഷാ കാശ്മീരിയെ പൂർത്തിയാക്കാം. അൻവർ ഷാ കാശ്മീരിയെ അവസാനിപ്പിച്ച് നമുക്ക് അബ്ദുൽ ഹക്ക് ദഹ്ലവിയിലേക്ക് പോകാം. മൊത്തം 6 ആളുകളെയാണ്, ആകെ 6 ആളുകളെയാണ് PSCയുടെ സിലബസിൽ കൊടുത്തത്. അതിൽ 5 ആളുകളെ നമ്മൾ പൂർത്തിയാക്കി. 6ാമത്തെ ആളിലേക്കാണ് നമ്മൾ പോകുന്നത്. അബ്ദുൽ ഹക്ക് ദഹ്ലവിയെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. കാര്യമായിട്ട് അധികം പോയിന്റുകളില്ല. ഷാഹ് വലിയുള്ള ദഹ്ലവിയേക്കാൾ മുൻപ് ഇന്ത്യയിൽ ജീവിച്ച വ്യക്തിയാണ് അബ്ദുൽ ഹക്ക് ദഹ്ലവി. 1552 ജനിക്കുകയും 1642 അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഉലിദ ഫി ഡൽഹി വതൂഫിയ ഫീഹ, ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഒക്കെ ഡൽഹിയിലാണ്. മുഹദ്ദിസുൻ വആലിമുൻ ഇസ്ലാമിയ്യുൻ വഅദീബുൻ ഹിന്ദിയുൻ, ഹദീസ് പണ്ഡിതനാണ്, ഇസ്ലാമിക പണ്ഡിതനാണ്, അദ്ദേഹം സാഹിത്യകാരനാണ്. ഹാജറ ഉസ്റതിഹി മിൻ ബുഖാറ ഇല ഡൽഹി, എങ്ങനെയാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തപ്പെട്ടത്? അദ്ദേഹത്തിന്റെ കുടുംബം ബുഖാറയിൽ നിന്ന് ഡൽഹിയിലേക്ക് താമസം മാറി ഹിജ്റ ചെയ്തു വന്നവരാണ്. ഈ പോയിന്റ് കേട്ടറ്റ് ഇറങ്ങിയ സമയത്ത് 2016-17 സമയത്തൊക്കെ കേട്ടറ്റ് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. അവ്വലുമൻ ജാഅ ബിഇൽമിൽ ഹദീസ് ഇലൽ ഹിന്ദി തസ്നീഫൻ വതദ്രീബൻ, ഇന്ത്യയിൽ ആദ്യമായി കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയത്, ഹദീസ് നിദാന ശാസ്ത്രം, ഹദീസ് പഠനം എന്നുള്ള മേഖല ഇന്ത്യയിൽ ആദ്യമായി തുറന്നു വെച്ചത്, എഴുത്തു കൊണ്ടുവന്നത് ആരാണ് എന്ന ചോദ്യം കേട്ടറ്റ് തുടങ്ങിയ സമയത്ത് ചോദിച്ചിരുന്നു. ഇനിയും ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അബ്ദുൽ ഹക്ക് ദഹ്ലവിയാണ് അതിന്റെ ഉത്തരം. അതിന് കുറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇതില് മദാരിജുൻ നുബുവ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ പോയിന്റിന് ഉത്തരമായിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി കൊണ്ട് ഹദീസ് ഗ്രന്ഥം എഴുതിയത്
അദ്ദേഹമാണ്, അബ്ദുൽ ഹക്ക് ദഹ്ലവിയാണ്. അത് മദാരിജുൻ നുബുവ, ഇവിടെ ഞാൻ കൊടുത്ത ഒന്നാമത്തെ ഗ്രന്ഥം മദാരിജുൻ നുബുവ എന്നുള്ളതാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. മദാരിജുൻ നുബുവ അദ്ദേഹം എഴുതിയ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ്. ഒരിക്കൽ PSCക്ക് ലംആത്തു തൻഖീഹ് എന്നുള്ള ഈ ഗ്രന്ഥം, ഞാൻ ഇവിടെ കൊടുത്ത രണ്ടാമത്തെ ഗ്രന്ഥം ലംആത്തു തൻഖീഹ് എന്നുള്ള ഗ്രന്ഥം PSC ഒരിക്കൽ ചോദിച്ചതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 2 വർഷമായിട്ട് ഇവര് സിലബസ് ഫോക്കസ് ചെയ്തിട്ടേ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതിൽ 10-12 ചോദ്യം ഇൻഡോ അറബിൽ നിന്ന് ചോദിച്ചാൽ ഒരു 10 ചോദ്യം കോമൺ ചോദ്യങ്ങളായിരിക്കും. എന്നാൽ 1-2 ചോദ്യങ്ങൾ റയർ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളെ പറ്റി ചോദിക്കും. അതെന്താ കാരണം ചോദിച്ചാൽ 6 ആളുകളാണ് സിലബസിലുള്ളത്. 6 ആളുകൾ. ഇപ്പൊ നമ്മൾ 6ാമത്തെ ആളെ നോക്കുന്നത്. ഈ 6 ആളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് ഇപ്പൊ അവര് നോക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഇപ്പൊ ഫുൾ സിലബസ് ഓറിയന്റഡാ. ആദ്യത്തെ 4 ആളുകളിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയതേ ചോദിക്കുള്ളൂ, അങ്ങനെ ചോദിക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ പറഞ്ഞ 2 ആളുകൾ, അൻവർ ഷാ കശ്മീരി ആവട്ടെ, നമ്മൾ പറഞ്ഞ അബ്ദുൽ ഹക്ക് ദഹ്ലവി ആവട്ടെ, ഇവർക്ക് ഞാൻ നോക്കിയിട്ട് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പിന്നെ അൻവർ ഷാ കശ്മീരിയിൽ നിന്ന് ഫൈദുൽ ബാരി, തഅലീഖാത്ത് അലാ ഫത്ഹിൽ ഖദീർ, അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ ഇതൊക്കെ ചോദിച്ചത്. ഇനി ഈ വർഷവും ഇവരിൽ നിന്ന് ഈ പുസ്തകങ്ങളാവണമെന്നില്ല, വേറെ പുസ്തകങ്ങൾ ചോദിക്കാം. അപ്പൊ PSCയോട് ഏറ്റുമുട്ടാൻ നമ്മൾ തയ്യാറായി നിൽക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏറ്റുമുട്ടുന്നത് 2 ശത്രുക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് നമ്മളുടെ PSCയുടെ ആളുകളും ആ ചോദ്യപേപ്പറുമാണ്. അവരോട് നമ്മൾ ഏറ്റുമുട്ടണം. അതിന്റെ കൂടെ വേറൊരു ടീമുണ്ട്, നമ്മളൊപ്പം പരീക്ഷ എഴുതുന്ന റാങ്ക് ലിസ്റ്റിൽ മുകളിലും തായും വരുന്ന വേറെ ആൾക്കാരുണ്ട്. ഈ ആളുകളോടും ഏറ്റുമുട്ടണം. അങ്ങനെ വേണം നമ്മൾ PSC റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ 6 ആളുകളെ പൂർത്തിയാക്കുകയാണ്. അബ്ദുൽ ഹക്ക് ദഹ്ലവിയുടെ പിന്നെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ അഹാദീസുൽ അർബഈനൊക്കെ കുറച്ചൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഈ 6 ആളുകളെ അവസാനിപ്പിച്ചാൽ നമുക്ക് കുറച്ച് ആളുകളെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവേണ്ടതുണ്ട്. നമ്മൾ 6 ആളുകളെ പറഞ്ഞു. അത് ഞാൻ ഒന്നുകൂടെ ആ പേരുകൾ വായിക്കാം. പിന്നെ ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ് ആദ്യം പറഞ്ഞത്, കുറച്ചധികം പറഞ്ഞിരുന്നു. എല്ലാ മുഅല്ലഫാത്തും നിങ്ങൾ നോക്കുക. ഗുലാം അലി ആസാദ് ബൽഗറാമി ഇമ്പോർട്ടന്റ് ആണ്. അബ്ദുൽ ഹയ്യുൽ ഹസനിയും അബുൽ ഹസൻ നദ്വിയും, ഈ 4 ആളുകൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. അത് കഴിഞ്ഞ് അൻവർ ഷാ കശ്മീരിയും അബ്ദുൽ ഹക്ക് ദഹ്ലവിയും ഈ 2 വർഷം ഇട്ട പോലെയാണ് ഇനിയും ഇടുന്നതെങ്കിൽ ഇവര് 2ൽ നിന്നും ഉറപ്പാണ് ഇവരുടെ ഗ്രന്ഥങ്ങൾ റയർ ആയിട്ടുള്ള 2 ഗ്രന്ഥം വരും. അതിന് നമ്മൾ ഒരുങ്ങി തന്നെ നിൽക്കുക. എക്സ്ട്രാസ് ആയിക്കൊണ്ട് ഈ 6 ആളിൽ നിന്ന് പുറത്ത് ചോദ്യങ്ങൾ ഈ 2 വർഷം വന്നിട്ടില്ല. ഈ 2 വർഷത്തിന്റെ ബാക്കിലേക്ക് പോയാൽ 2021, 2019 സമയത്തൊക്കെ ഈ ആളുകളിൽ നിന്ന് പുറമേയിൽ നിന്ന് ചോദ്യങ്ങൾ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ വന്നാൽ നമുക്കൊന്ന് ഏറ്റുമുട്ടാം എന്ന രൂപത്തിലാണ് കുറച്ച് ആളുകളെ പറയുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അബ്ദുൽ അസീസ് അൽ മൈമനി പ്രധാനപ്പെട്ട ആളാണ്. ഇന്ത്യയിലെ സിലബസിൽ വന്നിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട ആളാണ്. അബ്ദുൽ അസീസ് അൽ മൈമനിക്കുള്ള ഒരു പ്രത്യേകത, അവർ ജനിച്ചതും വർഷവും ഒന്നുമില്ല, ജസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഉള്ള ആളുകളാണ്. അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുറെ കൃതികളും കുറെ വരികളും ഹിഫ്ളാക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മുത്തനബിയുടെ ദീവാൻ, ഹമാസ, ബയാനുവത്തബീൻ, കാമില്, 7 മുഅല്ലഖകള് ഒക്കെ കനപ്പെട്ട വരികളാണ്. ഇതെല്ലാം മനപ്പാടാക്കിയിരുന്നു അദ്ദേഹം. 70,000 ബൈത്തുകൾ അദ്ദേഹത്തിന് കാണാതെ അറിയുമായിരുന്നു. അദ്ദേഹം ഫേമസ് ആയ 2 മേഖലയുള്ളത്. ഒന്ന് ഇതൊക്കെ മനപ്പാടാക്കി എന്നുള്ള ഹിഫ്ളിന്റെ മേഖല. 2 മഖ്തൂതാത്തുൽ അറബിയ, അറബി ലിപികൾ എഴുതുന്നതിൽ അദ്ദേഹം ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒറ്റ ഗ്രന്ഥം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സിംതുൽ ആലി ഫി ശറഹി ആമാലി അൽഖാലി എഴുതിയ ആമാലി എന്ന ഗ്രന്ഥത്തിന് അദ്ദേഹം ഷറഹ് എഴുതിയ പുസ്തകമാണ് സിംതുൽ ആലി എന്നുള്ള പുസ്തകം. ഇനി രണ്ടാമതൊരാൾ അദ്ദേഹത്തിന്റെ എന്താണ്, ചാറ്റില് പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും? ഇല്ലെങ്കിൽ മുന്നോട്ട് പോവാം. ഞാൻ കുറെ ചാറ്റ് ഒരുമിച്ച് വന്നപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ പോവാം. ഓക്കെ,
കുറെ ചാറ്റ് വന്നപ്പോൾ ഞാൻ ചാറ്റ് നോക്കാനും പറ്റുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. ചാറ്റ് ഇങ്ങനെ മുകൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുള്ളൂ, അത് തുറന്നു നോക്കാൻ കഴിയില്ല. നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അടുത്തതായിട്ട് പറയാനുള്ളത്. നെറ്റിന് പഠിക്കുന്നവർക്ക് അറിയാം, പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. കുറെ കൃതികൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ PSC ഇയാൾ ഇല്ല, അതുകൊണ്ട് ചോദ്യങ്ങളും വരാറില്ല. ഇദ്ദേഹത്തിന്റെ ഞാനിവിടെ കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. അബ്ജദുൽ ഉലൂം. അബ്ജദുൽ ഉലൂം ഒക്കെ ശരിക്ക് അടിപൊളി പുസ്തകമാണ്, പക്ഷെ സിലബസിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ചോദ്യം വരാത്തത്. അതേപോലെ ഫത്ഹുൽ ബയാൻ, മിസ്കുൽ ഖിതാം, നെയ്ലുൽ മറാം, ഈ 4 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നവാബ് സിദ്ദീഖ് ഹസൻ ഖാനിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഞാൻ ജീവചരിത്രം ഒന്നും പറയാത്തത്, ഇദ്ദേഹത്തിന്റെ ജീവിതം പറയുമ്പോൾ രസകരാണ്. ഇദ്ദേഹം എഴുതിയതല്ല പല പുസ്തകങ്ങളും, പല ആളെ കൊണ്ടും കൂലിക്ക് എഴുതിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ പേര് കൊടുത്തതാണെന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അതുപോട്ടെ, പക്ഷെ ഞാൻ വിശദീകരിച്ച് പറയാത്തത് എക്സ്ട്രാസ് ആണ്, അധികമുള്ള കുറച്ച് അധികപ്പറ്റാണ് എന്ന രൂപത്തിലാണ് ഇത് ഇടുന്നത്. അഥവാ ചോദ്യം വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാസ് പറയുന്നത്. അതുകൊണ്ടാണ് ജീവചരിത്രം ഒന്ന് പറഞ്ഞ് ബോറടിപ്പിക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഔട്ട് ഓഫ് സിലബസ് ആണ് ഇതൊക്കെ. മുർത്തള സുബൈദി പ്രധാനപ്പെട്ട ഒരു ആളാണ്. മുർത്തള സുബൈദി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് താജുൽ ഉറൂസ് എന്ന ഗ്രന്ഥം. എന്താണ് താജുൽ ഉറൂസ്? ഒരു മുഅ്ജമാണ് താജുൽ ഉറൂസ്. പണ്ടൊക്കെ ചോദിച്ച ചോദ്യം തന്നെയാണ് താജുൽ ഉറൂസ് ആരാണ് എഴുതിയത്, എന്താണ് അതിന്റെ വിഷയം. കാമൂസുൽ മുഹീത്ത് എന്ന കനപ്പെട്ട ഒരു ഡിക്ഷണറി ഉണ്ട്, ഒരു മുഅ്ജമുണ്ട്. മജ്ദുദ്ദീൻ അൽ ഫൈറൂസാബാദി എന്ന ഇന്ത്യക്കാരനാണ് കാമൂസുൽ മുഹീത്ത് എഴുതിയത്. കാമൂസുൽ മുഹീത്ത് എഴുതിയപ്പോ അതിന് ശറഹ് ആയിക്കൊണ്ട് മുർത്തദ സുബൈദി താജുൽ ഉറൂസ് എന്ന മുഅ്ജം ഇറക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹുവ മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ എന്നുള്ളതാണ്. ഈ സമയത്ത് മൗലാന അബുൽ കലാം ആസാദിന്റെ ഈ പേര് ഉച്ചരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി എന്നുള്ളത് ഈ സമയത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അൽ മുർഷിദില് ആദ്യമായിട്ട് ഇൻഡോ അറബിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 15K, ഒരു 16,000 ആളുകൾ യൂട്യൂബില് പിന്നീട് അത് കാണുകയുണ്ടായി, ഇൻഡോ അറബിന്റെ ആ ഒരു ക്ലാസ്. അതിൽ മൗലാന അബുൽ കലാം ആസാദിനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ഒരിക്കൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ടിരുന്നു. കാരണം മൗലാന അബുൽ കലാം ആസാദിന്റെ പേര് പല പാഠപുസ്തകങ്ങളിൽ നിന്നും ഇന്നത്തെ പല ആളുകളും, രാജ്യം ഭരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വെട്ടിമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നുണ രാജ്യം ഭരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് നമ്മൾ കേട്ടല്ലോ, നുണയാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെ വെട്ടിമാറ്റപ്പെടുന്ന സമയത്ത് മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് പഠിക്കുന്നത് അത് ഒരു രാജ്യസ്നേഹം തന്നെയാണ് എന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഹുവ മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ അദ്ദേഹത്തിന്റെ പേര്. ലുഖിബ, അദ്ദേഹത്തിന്റെ ലഖബ് അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. അൽ ഹിന്ദ് തഫൂസു ബിൽ ഇസ്തിഖ്ലാൽ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്നൊരു ചോദ്യം ഒരിക്കൽ ചോദിച്ചിരുന്നു. അതിന്റെ ഓപ്ഷനിൽ ഓപ്ഷൻ APJ അബ്ദുൽ കലാം എന്ന് കൊടുത്തു, B, C, D ഓപ്ഷൻ മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ എന്ന് കൊടുത്തു. നമ്മൾ നോക്കുമ്പോൾ കലാം APJ അബ്ദുൽ കലാം ഉണ്ട്, എന്നാൽ മൗലാന അബുൽ കലാം ഇല്ലേനും. അപ്പൊ എല്ലാവരും ഒറ്റയടിക്ക് APJ അബ്ദുൽ കലാമിനെ കൊണ്ടുപോയിട്ട് കുത്തും. കാരണം അങ്ങനെ മനുഷ്യ സഹജമാണത്, തെറ്റിപ്പോവും, ഈ 2 വ്യക്തികളെ മാറിപ്പോവാറുണ്ട്. എന്നാൽ മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ അതിലുണ്ട്. ഇത് ഇങ്ങനെ ഒരിക്കൽ PSC ചോദിച്ച ചോദ്യമാണ്. മുഹയ്യുദ്ദീൻ ഇബ്നു ഖൈറുദ്ദീൻ എന്ന പേര് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ്, അത് ഓർത്തു വെക്കണം. കബളിപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ വരാറുണ്ട്. അബുൽ കലാം അറിയപ്പെട്ട പേരാണ്. ഇമാമുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഇമാം, ഇന്ത്യയുടെ ലീഡർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഇംറാത്തൂർ തഅലീം, ഇത് PSC ചോദിച്ച ചോദ്യമാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇംറാത്തൂർ തഅലീം, ദ എംബറർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ എംബറർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്, പ്രധാനപ്പെട്ടതാണ്. ഉലദ ഫി മക്ക, അദ്ദേഹം ജനിച്ചത് 1888 മക്കയിലാണ്. 958 ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. അവ്വലു വസീറുൻ ലിത്തഅലീം ഫിൽ ഹിന്ദ് ബഅദൽ ഇസ്തിഖ്ലാൽ, സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ 2 കൃതികൾ ചോദിച്ചിട്ടുണ്ട് മുമ്പ്.
തർജുമാൻ ഖുർആൻ, അത് വിശുദ്ധ ഖുർആനിന്റെ വിവരണമാണ് ഉറുദു ഭാഷയിൽ. അൽ ഹിന്ദ് തഫൂസു ബിൽ ഇസ്തിഖ്ലാൽ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം. അൽ ഹുറിയ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സ്വാതന്ത്ര്യം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ 3 ഗ്രന്ഥങ്ങളാണ്. അതിൽ തർജുമാൻ ഖുർആനും അൽ ഹിന്ദ് തഫൂസു ബിൽ ഇസ്തിഖ്ലാൽ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് 2 പേജ് കൂടെ ഞാൻ ആളുകളെ പറയുന്നത് അവസാനിപ്പിച്ച് കുറച്ച് മുമ്പ് കേട്ടിട്ടിലൊക്കെ പല ഭാഗത്തായിട്ട് പണ്ട് കാലത്തൊക്കെ വന്ന കുറച്ച് പോയിന്റുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ എക്സ്ട്രാ പോയിന്റുകളും എക്സ്ട്രാ ആളുകളെയും പറയുന്നത് അഥവാ ചോദിച്ചാലോ എന്നുള്ളത് കൊണ്ടാണ്. നോക്കാം, നമുക്ക് കുറച്ച് പോയിന്റുകൾ നോക്കാം. താരീഖുൽ ഇസ്ലാം ഫിൽ ഹിന്ദ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്ന് ഒരിക്കൽ ചോദിച്ചിരുന്നു. അബ്ദുൽ മുൻഅം നമീർ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ് ഈ ഗ്രന്ഥം എഴുതിയത്, ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച്. ഇനി യൂസുഫ് കോക്കനെ നമുക്കറിയാം, പിന്നെ തമിഴ്നാട്ടിലെ അറബി സാഹിത്യകാരനാണ് യൂസുഫ് കോക്കൻ. പിന്നെ തിരുവള്ളുവർ രചിച്ച തിരുക്കുറൽ എന്ന ഫേമസ് ആയ കൃതിയാണ് തിരുക്കുറൽ അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, യൂസുഫ് കോക്കനാണ്. അതേപോലെ അല്ലഫൽ അലിഫ് എന്ന് പറയുന്ന ഫേമസ് ആയ ഒരു ഖസീദയുണ്ട്, അല്ലഫൽ അലിഫ് എഴുതിയത് ആരാണ് എന്ന് പിന്നെ പഠിക്കണം. ഉമറുൽ ഖാഹിരിയാണ്, തമിഴ്നാട്ടിലെ സാഹിത്യകാരന്മാരാണ്. ഉമറുൽ ഖാഹിരിയാണ് അത് എഴുതിയിട്ടുള്ളത്. വേറൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞു, മജ്ദുദ്ദീൻ അൽ ഫൈറൂസാബാദിയാണ് അൽ ഖാമൂസുൽ മുഹീത്ത് എന്ന മുഅ്ജം ഡിക്ഷണറി തയ്യാറാക്കിയത്. വേറൊരു പോയിന്റ്, റിജാലു സിന്ധ് വൽ ഹിന്ദ് എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? അൽ ഖാദി അത്ഹർ മുബാറക് ഫൂരിയാണ്. വേറൊന്ന് അൽ കശാഫുൽ മുസ്തലഹാത്ത് എന്ന ഗ്രന്ഥം എഴുതിയത് മുഹമ്മദ് അലി തഹാനവിയാണ്. വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പോഴും കേട്ടത്തിന് നിരന്തരം ചോദിക്കുന്ന വളരെ ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ് അർ-റഹീഖുൽ മഖ്തൂം എന്ന ഗ്രന്ഥം. PSCയുടെ സിലബസിൽ ഇല്ലാന്നേ ഉള്ളൂ. അത് എഴുതിയത് സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരിയാണ്. ആ ഗ്രന്ഥത്തിന്റെ വിഷയം എന്താണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സീറത്തുൻ നബവിയ എന്നതാണ് ആ ഒരു ഗ്രന്ഥത്തിന്റെ വിഷയം. റഹീഖുൽ മഖ്തൂം എന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ആ ഗ്രന്ഥം മലയാളത്തിലേക്ക് എത്തിച്ചത് കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് സലീം സുലമി എന്നുള്ള പണ്ഡിതനാണ് അത് എത്തിച്ചത്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹമാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം. ഇതൊക്കെ അഥവാ ചോദിക്കാം, ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്, സിലബസിൽ ഇല്ലാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇനി സിലബസിൽ വിട്ടുപോയ കുറച്ച് പ്രധാനപ്പെട്ട ആളുകളും അവരുടെ ലക്കബുകളും അറിയപ്പെട്ട പേരും ഒന്ന് ഓർത്തു വെക്കാം. ബബ്ഗാഉൽ ഹിന്ദ്, ഇന്ത്യയുടെ ബബ്ഗാ എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. അറബി സാഹിത്യമല്ല ഇത്, എന്നാലും അറബിയിലൊക്കെ കേട്ടിട്ടൊക്കെ വന്ന ചോദ്യമാണ്. അമീർ ഖുസ്രു ആണ് ബബ്ഗാഉൽ ഹിന്ദ് എന്നറിയപ്പെട്ടത്. ഷിബിലി നോമാൻ അറിയപ്പെട്ട പേര് ഷംസുൽ ഉലമാ എന്ന പേരിൽ, ബ്രിട്ടീഷുകാരാണ് ശരിക്കും ആ പദവി നൽകിയിട്ടുള്ളത്. ബൈഹഖി അൽ ഹിന്ദ്, ഇന്ത്യയുടെ ബൈഹഖി എന്നറിയപ്പെട്ടത് സനാഉല്ല പാനിപത്തിയാണ്, ഇന്ത്യയുടെ ബൈഹഖി എന്നൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നൈസായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സമയം ആയിട്ടുണ്ട്, 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് സിലബസിൽ പ്രതിപാദിച്ച 6 ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അതിൽ ആദ്യത്തെ 4 ആളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറഞ്ഞ അൻവർ ഷാ കശ്മീരിയും അബ്ദുൽ ഹക്ക് ദഹ്ലവിയും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും സിലബസിൽ ഉള്ളത് കൊണ്ട്. അതിനുശേഷം സിലബസിൽ പറയാത്ത എക്സ്ട്രാ കുറച്ച് ആളുകളെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അഥവാ ചോദ്യം വന്നാലോ എന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ അതും പഠിപ്പിച്ചത്. നന്നായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഇൻഷാ അല്ലാഹ് ഒരു സെഷൻ കൂടെ ഇൻഡോ അറബിന് നമ്മൾക്കുണ്ടാകും. അതില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PYQ കുറച്ച് നമുക്ക് പരിചയപ്പെടണം. PYQ അടങ്ങിയ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ PYQ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട് അടുത്ത ക്ലാസ്സിൽ. അതേപോലെ ഇന്ത്യയിലെ ജാമിയാത്തുകൾ, കുറച്ച് ഗ്രന്ഥങ്ങൾ, തർജ്ജമ ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, സിലബസിൽ പറഞ്ഞ ഡീപ്പായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ ചില ഗ്രന്ഥങ്ങളുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലെ, സബഹത്തുൽ മർജാൻ പോലെ 5 ഗ്രന്ഥങ്ങളുണ്ട്. ആ 5 ഗ്രന്ഥങ്ങളും നോക്കണം.
അങ്ങനത്തെ കുറച്ച് സിഹാഫകൾ, ഇന്ത്യയിലെ കുറച്ച് പിന്നെ സ്വഹീഫകൾ, കുറച്ച് പത്രങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാസ് ആയി വരുന്ന കുറച്ച് ഏരിയകളാണ് നമുക്കുള്ളത്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് സിമ്പിളായിട്ട് അടുത്തൊരു ക്ലാസ്സിന് ഇതും കൂടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു 55-56 മിനിറ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പിന്നെ എടുത്തു. കൃത്യമായിട്ട് പഠിക്കുക. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു അല്ലേ ഇന്ന്. അത് നമ്മളെ കുടുംബത്തിനും നമ്മളുടെ എല്ലാവർക്കും, നമ്മളെ ആശ്രയിച്ച് നമ്മളെ അടുത്തുള്ള എല്ലാവർക്കും പിന്നെ കിട്ടേണ്ട ഒന്നാണ് അത് നമ്മൾ ഫിസിക്കലി നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതിന് പുറത്ത് ടീച്ചിങ് എന്ന ഡിവൈൻ ആയിട്ടുള്ള ഒരു ജോബാണ്. പിന്നെ അതിലേക്ക് എത്താനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എനിക്ക് ഈ ഒരു പിന്നെ സെഷൻ എടുത്തതിന് ശേഷം എനിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഇത് മുഖേന നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ സന്തോഷം പൂർത്തിയാവുകയുള്ളൂ. പിന്നെ പല ആളുകളും, പിന്നെ ഞാനിപ്പോ LP വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഹൈസ്കൂളിൽ ജോലി കയറിയ പല ആളുകളും നമ്മളെ വിളിച്ചിരുന്നു, UP ജോലി കയറിയ ആളുകൾ വിളിച്ചിരുന്നു. പിന്നെ ക്ലാസ്സുകൾ അൽമുർഷിദൊക്കെ ആയിട്ട് ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അത് ഉപകാരപ്പെട്ടു, അത് പരീക്ഷയ്ക്ക് വന്നു, ജോലിയിൽ കയറി, അഡ്വൈസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് സന്തോഷം അറിയിച്ച് വിളിക്കാറുണ്ട്. അക്കൂട്ടത്തില് ഈ KMA നടത്തിയിട്ടുള്ള ഈ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷവും നമ്മളെ വിളിച്ച് സന്തോഷം അറിയിക്കുന്ന ആളുകൾ ഈ ഒരു വർഷത്തിലും അടുത്ത വർഷത്തിലും ഒക്കെ ഒട്ടനവധി ആളുകൾ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. وآخر دعوانا الحمد لله رب العالمين ربنا تقبل منا إنك أنت السميع العليم. السلام عليكم ورحمة الله وبركاته.